ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ മോമോസ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ച വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ മൈദ ഒക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലും നമ്മുടെ മോമോസ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബോൺലെസ് ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ടു ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തേക്ക് തന്നെ ഞാൻ 2 സവാളയും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓവർ കുക്കായി കിട്ടുമൊന്നും വേണ്ട, അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സവാളയത്തെ വെള്ളമൊക്കെ വറ്റി ഫില്ലിങ്സൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഫില്ലിങ്സ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മൈദ എന്തായെന്ന് പോയോക്കട്ടോ. അപ്പോൾ അതാ അവിടെ മൈദൻ്റെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വലിയ ബോളുകളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചെറിയ ചെറിയ പത്തിരി പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഇന്നാൾ ഭൂരിയൊക്കെ ഉണ്ടാക്കിയ അതേ ഒരു രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അവിടെ ഞാൻ ചെറിയ ചെറിയ പത്തിരികളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാട്ടോ ഞാൻ ഇവിടെ മോമോസ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ മോമോസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മോമോസ് ഫില്ലിങ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് എടുക്കുക. അപ്പോൾ അത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് സ്റ്റീം ചെയ്യുമ്പോൾ അതിലൊന്ന് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഒന്ന് ആവി കയറ്റിപ്പോൾ നമ്മുടെ മോമോസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 15 കാശ്മീരി ചില്ലും തക്കാളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിക്കുകയാണ്. അത് വേവിച്ച് ആ തക്കാളിയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോമോസിൻ്റെ ആ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോസൊക്കെ ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോമോസ് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ മോമോസ് ഇതിൽ കുത്തിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് മോമോസൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതിൽ മോമോസും അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഫ്രൈഡ് മോമോസ് ആവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോമോസും സോസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ.